വിളഞ്ഞുണ്ട്. ഇതേണ്ട ഇത് വിളഞ്ഞതാ. ഇത് വിളഞ്ഞാന്നോടി? പക്ഷെ ഇത് വലിപ്പമുണ്ട്. ഒരെണ്ണം എനിക്കൊന്ന് വിളഞ്ഞതാണ്. ഇവിടൊക്കെ ഉണ്ടായി. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം നിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നീ കൊണ്ടുവന്നൊന്നും ഞാൻ കണ്ടില്ലല്ലോ. നീ ഇല്ലേ പറഞ്ഞ എല്ലാം മരപ്പെട്ടിയുണ്ട്, എല്ലാം മരപ്പെട്ടിയുണ്ട്. അല്ല, ഷീറ്റിന്റെ മണ്ടേ കൂടെ രാത്രിയില് ഈ ശബ്ദം കേൾക്കുന്നില്ലേ, പടപടപടാന്ന് അത് ചാടുന്നതാ. അതുകൊണ്ട് അവിടെ നിന്നെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. പച്ചയല്ല, വിളഞ്ഞു നിൽക്കുക. വിളഞ്ഞുണ്ട്. ഇത് വിളഞ്ഞു, ഇത് വിളഞ്ഞു. നമുക്ക് ഇത് പഴുത്തതാ. ഞെക്കുള്ളൂ. ഏതാ? സപ്പോർട്ട. കഴിക്കാൻ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുക്കുന്നത് അറിയത്തില്ല. അതാണ് കളർ ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ഇത് പഴുത്താലും പഴുത്തിലെല്ലാം ഇതുപോലെ ഇരിക്കും. നമുക്ക് മണ്ടയ്ക്കൊന്നും ഞെക്കി നോക്കാനും ഒക്കത്തില്ലല്ലോ. പിന്നെ ഒരുമാതിരി വിളവാകുന്നതിന് നമ്മളിത് പറിച്ചങ്ങ് വെക്കുക എന്നുള്ളത്. ഒരുമാതിരി വിളവാകുമ്പോൾ നമ്മൾ പറിച്ച് വെച്ച് 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് പഴുക്കും. അങ്ങനെ അത് 2 എണ്ണം പഴുത്ത് ഇതായിപ്പോയി. നമ്മൾ ഞാൻ എന്തുകൊണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട്, അത് പറിക്കും. ഓ, സപ്പോർട്ട് വാങ്ങാൻ പോലും കിട്ടത്തില്ല. എനിക്ക് കുറച്ചുകൂടെ രോമമുണ്ട്. ഇതിനകത്ത് അരിയില്ല കിവിക്ക്. ഇതിനാണെങ്കിൽ അകത്ത് ഒരു 3 വലിയ കറുത്ത അരി കാണും. കറുത്ത അരി, വലിയ അരി ആയിരിക്കും. അത്രേ ഉള്ളൂ. വിളഞ്ഞതും പഴുത്തതുമായ ഇത്രയേ സപ്പോർട്ട ഉണ്ടായിരുന്നു. ഒരു 2-3 ദിവസം കൂടുമ്പോൾ നോക്കാൻ കിട്ടും. പക്ഷെ എല്ലാം മരപ്പട്ടിയും പിന്നെ വവ്വാലും ഒക്കെ കൊണ്ടുപോകും.